ഇന്നത്തേക്ക് നോമ്പ് 22 ഇന്ന് എൻ്റെ വീട്ടിൽ നോമ്പോറയാണ്. ഇപ്പോൾ രാവിലെ തന്നെ എണീച്ച് മക്കൾക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് അവരെ കളിക്കാൻ വേണ്ടി വിട്ടിട്ട് എൻ്റെ പണിയിലേക്ക് ഇനി ഇതെനിക്ക് ഏറ്റവും സാറ്റിസ്ഫിക്കേഷൻ കിട്ടുന്നൊരു കാര്യമാണ് വീട് വൃത്തിയാക്കൽ. കാരണം എന്ന് വെച്ചാൽ എല്ലാം വലിച്ചു വാരിയിട്ട് വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു സമാധാനം, ഒരു മനസ്സുഖം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഉമ്മ ഇപ്പം പറയുന്നത് നീ ദിവസവും വീഡിയോ എടുത്തോ, ആകുമ്പോൾ വേഗം തന്നെ വൃത്തിയാക്കുമല്ല, ഇല്ലെങ്കിൽ ഞാൻ ഉറങ്ങി എണീച്ച് കുറച്ച് അപ്പറിയിരുന്ന് കുറച്ച് ഇപ്പറിയിരുന്ന് അങ്ങനെ നേരം കൂട്ടിയിട്ട് വെയ്യ വൃത്തിയാക്കൽ, ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അടുക്കളയിൽ ഇന്ന് കുറേ പണിയുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം വേഗം തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത് അടുത്ത ആൾ വരുന്നവർക്ക് കളിച്ച് മതിയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വന്നിട്ട് എൻ്റെ ഡ്രസ്സും പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത്. ഞാൻ വിചാരിച്ച് വേഗം ഈ കാട്ടങ്ങ് വാരിയെടുക്കാം, ഇല്ലെങ്കിൽ ഓനി അതിൽ പോയിട്ട് കളിക്കും. അങ്ങനെ ആടെ എങ്ങനെയല്ലോ പിടിച്ച് നിർത്തിച്ചിട്ട് ആ കാട്ടം വാരി പിന്നെ എല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്കുണ്ട് അടുത്ത ആൾ വരുന്നു. അടുത്ത ആൾ വന്ന് ചൊറയാക്കുന്നത് ഒരു 700 2 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ 2 ബബിൾ ഗം വാങ്ങിയിട്ട് ആ പീടിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചൊറയുന്നു. ഞാൻ പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സമാധാനിപ്പിച്ചു. ചോറ് പിന്നെ കുറച്ച് വലുതായിക്കൊണ്ട് കാര്യം പറഞ്ഞതിനാൽ നിൽക്കും, അതുകൊണ്ട് പ്രശ്നമില്ല. അങ്ങനെ പുറത്തെല്ലാം അടിച്ചു വാരി ഞാൻ വിചാരിച്ച് വേഗം അടുക്കളയിലേക്കുള്ള പണിയിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ തന്നെ വിചാരിക്കുമല്ലോ ഇവക്ക് എത്ര വിചാരമാണ്, ഫുള്ള് വിചാരിച്ച് മാത്രമല്ലേ ഉള്ളൂ. അത് പറയാണ്ടിരിക്കണം എന്നുണ്ട്, പിന്നെയും അതിനെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കെല്ലാം കഴിഞ്ഞിട്ട് ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ ഇതിവർ അളമാറ ഉറന്നിട്ട് മെല്ലാനെ ബെഡ്ഷീറ്റെല്ലാം വലിച്ചെടുക്കും. അങ്ങനെ രാവിലെ തന്നെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതിനകത്ത് ക്ലീൻ ചെയ്തിട്ട് വെക്കാമെന്ന് കരുതി ചിക്കനെല്ലാം എടുത്ത് പാത്രത്തിലിട്ട് പുറത്തേക്ക് കഴുകാൻ വേണ്ടി പോകുമ്പോൾ ഉമ്മ ഉണ്ട് കല്ലുമ്മക്കായി വൃത്തിയാക്കുന്നത്. അവർക്ക് പിന്നെ കല്ലുമ്മക്കായി മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയും, കല്ലുമ്മക്കായി ഇല്ലാണ്ട് അവർക്കൊരു ദിവസം പോലും ഇല്ല. അങ്ങനെ ചിക്കൻ വൃത്തിയാക്കാണ്ട് പുറത്തേക്ക് എത്തിയത് എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഫുൾ കോമഡിയാണ്. ആ പ്രദേശത്തുള്ള കാക്കകൾ തെറ്റുണ്ടെന്ന് തോന്നും വന്നിട്ട് നിന്നിട്ട് ഒരു വേസ്റ്റിൻ്റെ ഒരു കഷ്ണം ഇട്ടെടുത്തതേ അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ അതാ ഒരു കാക്കൻ്റെ വായിന്ന് കൊത്തിക്കൊണ്ട് പോകുന്നു, ഒന്നും പറയണ്ട, സീനേനു. അനക്കെന്നാണ് എൻ്റെ ചിക്കൻ വൃത്തിയാക്കാൻ പേടിയായിപ്പോയി. അങ്ങനത്തെ അവസ്ഥയില്ലാണ്ടായത്. ലാസ്റ്റ് എങ്ങനെയല്ലോ പെട്ടെന്ന് വേഗം വൃത്തിയാക്കി വെറുതെ ഇട്ടുകൊടുത്തേന്നായിപ്പോയി ഒരു കഷ്ണം, പീസല്ല ചിക്കൻ്റെ വേസ്റ്റ്. അങ്ങനെ എല്ലാം കൂടിയിട്ട് കൂട്ടത്തോടെ വന്നിട്ട് കൂട്ടാക്രമണം നടത്തി ചിക്കൻ്റെ വേസ്റ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ചിക്കനിൽ മസാല തേച്ചിട്ട് പൊരിച്ച ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ച് ചിക്കനിൽ മസാല എല്ലാം തേച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പണിയിലേക്ക് കിടക്കാം. ഉള്ളിയും തക്കാളി മുറിക്കൽ, വെളുത്തുള്ളി, അങ്ങനെ ഞാനും ഉമ്മയും ഇത്താത്തയും കൂടിയിട്ട് ആ പണിയിലേക്ക് കീഞ്ഞു. ഞങ്ങൾ 3 ആളും കൂടി, ഒരാൾ ഉള്ളി മുറിച്ച് ഒരാൾ തക്കാളി മുറിച്ച്, അങ്ങനെയെല്ലാം ആയിട്ട് പണിയെല്ലാം പെട്ടെന്ന് ഫാസ്റ്റാക്കിയിട്ട് തീർത്ത്. ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായിക്കൊണ്ട് പിള്ളേരെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചൊറയാക്കുന്നുണ്ട് ഓരോന്നിനും, അതിൻ്റെ ഇടയിൽ അടികൊള്ളൽ വേറെ. അത് ഒന്നും ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തിരിയൂല. ഇപ്രാവശ്യത്തെ നോമ്പിന് എല്ലാവർക്കും ഒരു സങ്കടമേ ഉള്ളൂ. കാരണം നമ്മൾ ഉമ്മാമ ഇല്ലാത്തത്. കഴിഞ്ഞ നോമ്പിന് വരെ ഓറുണ്ടായിന്.
അപ്പം ഇങ്ങനെ നോമ്പോറെല്ലാം ആക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോൾ ഓർക്കാന്ന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകൽ, ഓരാന്നായിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആകൽ. എല്ലാത്തിനും അത് ചെയ്യണം ഇത് ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം ഓറില്ല, അതുകൊണ്ട് അത് ഓർക്കുമ്പോൾ പെട്ടെന്നൊരു വിഷമം പോലെ. അങ്ങനെ കിച്ചൺ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് അടുത്തതിന് ബിരിയാണി വെക്കാനുള്ള പണിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേരെല്ലാം ഇങ്ങനെ നിന്ന് നോക്കുന്നുണ്ട് ഇവരെന്താണ് ഈ പുറത്തുനിന്ന് ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഇങ്ങനെ പുറത്തുനിന്ന് ചെയ്യലില്ല, അതുകൊണ്ട് അവർക്ക് ഒരു കൗതുകം പോലെ. ചിക്കൻ പൊരിച്ചെടുത്ത് അതിൽ തന്നെ ഉള്ളിയും തക്കാളിയെല്ലാം ഇട്ടിട്ട് വഴറ്റിയെടുത്ത്. പിന്നെ ഈ ഗ്യാസ് സ്റ്റൗവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കഴിയുന്നത് വരും അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം, ഇല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. കാരണം ഭയങ്കര ഫാസ്റ്റായിട്ടാകുമോ അതിനകത്ത്. അങ്ങനെ മസാല എല്ലാം റെഡിയാക്കി. അങ്ങനെ ചോറെല്ലാം ആയി. ചോറ് ദമ്മിട്ട്. ചോറുണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം അപ്പോഴത്തേക്ക് മക്കളെ അവർക്ക് ഫുഡ് കൊടുക്കാനും കുളിപ്പിച്ച് കൊടുക്കാനെല്ലാം നിന്നിട്ട് പിന്നെ അവർക്ക് രണ്ടാൾക്കും മാറ്റി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടാൾക്കും മാറ്റി കൊടുത്ത് എനിക്ക് പിന്നെ ഒന്ന് ടൗണിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിന്. അപ്പം പിന്നെ വണ്ടിയിലാണ് പോകാൻ. അപ്പം മോനെ കൂട്ടാൻ കഴിയില്ല. മോനെ നൈസായിട്ടൊന്ന് ഉമ്മാൻ്റെ അടുത്താക്കിയിട്ട് ഞാനും മോളുമാണ് പോയിട്ടുണ്ടായത്. ഇത് നമ്മളെ 2 സുന്ദരികളാണ്. ഞാൻ എത്തുമ്പോഴത്തേക്ക് കുറച്ച് ലേറ്റായി പോയിനി. അപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിനി. 2-3 സ്ഥലത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിനി. പിന്നെ എല്ലാവരും എത്തി. അങ്ങനെ നോമ്പ് തുറക്കേണ്ട തിരക്കിലായി. എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴത്തേക്ക് ബാങ്ക് കൊടുക്കാനായിന്. പിന്നെ എല്ലാവരും ഇരുന്ന് നോമ്പ് തുറന്ന് അത് കഴിഞ്ഞ് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെയുള്ള വീഡിയോസൊന്നും എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് ഓരോരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം അങ്ങ് വിട്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇന്നത്തെ നോമ്പോറ് ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നു.